ഓം ശാന്തി. പലപ്പോഴും ജീവിതത്തിൽ രണ്ട് കാറ്റഗറിയുള്ള ആളുകൾ തമ്മിലുള്ളതായിട്ട് ഏറ്റുമുട്ടലുണ്ടാവാറുണ്ട്. ധനം കൊണ്ടും തൻ്റെ ആധിപത്യം കൊണ്ടും പദവി കൊണ്ടും എല്ലാം തികഞ്ഞ കുറച്ച് ആളുകൾ, അഹങ്കാരം കൊണ്ട് ഒന്നുമില്ലാത്ത പാവങ്ങളായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനത്തിന്, അവരാഗ്രഹിക്കുന്ന ഒന്നിനെ, അവരാഗ്രഹിച്ചു പോയ ഒന്നിനെ യാതൊരു ദയയും കൂടാതെ തട്ടിയെടുക്കുന്ന കുറേ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ആ ആളുകളുടെ ആ സമയത്ത് അവനവൻ്റെ അർഹതപ്പെട്ടതായിരിക്കുന്ന എൻ്റേതെന്ന് ഞാൻ കരുതിയ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയ ആ ഒരു കൊച്ചു പഴത്തിനെ മറ്റൊരാൾ തട്ടിയെടുക്കുമ്പോൾ ആ അനുഭവിക്കുന്ന ആളുടെ മനോവ്യഥ എത്രമാത്രം ആഴത്തിലായിരിക്കും എന്നറിയോ. അയാൾ നീ ഇങ്ങനെയായി പോവട്ടെ എന്ന് ശപിക്കൊന്നും വേണ്ട, പക്ഷേ ആ കർമ്മം തന്നെ ശപിച്ച് മനുഷ്യനെ ഭസ്മമാക്കുന്നൊക്കെ പറയില്ലേ, അത് പ്രാക്ടിക്കലായിട്ട് പല സന്ദർഭത്തിലും നമുക്ക് കാണാൻ പോലും കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഈശ്വരൻ തന്നിട്ടുണ്ടോ ഈ ജന്മത്തിൽ, അതെല്ലാം ഈശ്വരൻ്റെ വരദാനങ്ങളാണ്. വരദാനമായി കിട്ടിയതെന്തും ഒരു നിമിഷം മതി നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോവാൻ. അത് സൗന്ദര്യമാവട്ടെ, ധനമാവട്ടെ, ആരോഗ്യമാവട്ടെ, ആളുകളാവട്ടെ, എല്ലാം ഈശ്വരൻ്റെ വരദാനം കൊണ്ട് അഥവാ ഏതോ മുജ്ജന്മകൃത പുണ്യം കൊണ്ട് കൂടെയുള്ളതാണ്. ഒരിക്കലും അതിൽ അഹങ്കരിക്കരുത്. ഇന്നൊരു കൊച്ചു കഥ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രഭാതത്തിൽ ഒരു പാവപ്പെട്ട മുക്കുവൻ, അയാൾ തൻ്റെ കുഞ്ഞു വല കൊണ്ട് അയാൾ ഉൾക്കടലിൽ പോയിട്ട് മീൻ പിടിച്ചു കൊണ്ടാനുള്ള ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ കൊച്ചു വല ഉപയോഗിച്ചുകൊണ്ട് കടൽത്തീരത്ത് നിന്ന് ഇറങ്ങാവുന്നത്ര ആഴത്തിൽ പോയിട്ട് വലയിടുമ്പോൾ അതിൽ കിട്ടുന്ന കുറച്ച് തുച്ഛം മാത്രം മീൻ കിട്ടും. അത് കൊണ്ടുവന്ന് വിറ്റ് അയാൾക്ക് അന്നന്ന് വേണ്ടതായിട്ടുള്ള അരി വാങ്ങാനുള്ള അല്ലെങ്കിൽ അവശ്യ സാധനം വാങ്ങാനുള്ള കുറച്ച് പൈസയും സംഘടിപ്പിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ അന്നന്നത്തെ നിത്യവൃത്തി കഴിച്ചുകൊണ്ട് വാർദ്ധക്യം കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടുന്ന ശരീരത്തിനെ വലിച്ച് തൻ്റെ നിത്യവൃത്തി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പാവം മുക്കുവൻ ഒരു ദിവസം പ്രഭാതത്തിൽ പതിവ് പോലെ തന്നെ അയാൾ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന അത്ര കടലിൽ ഇറങ്ങി നിന്നു, വല വീശി. അന്ന് അയാളുടെ വലയിൽ വലിയ ഒരു മീനും വേറെ 2-3 ചെറിയ ചെറിയ മീനുകളും കുടുങ്ങി. ആ വലിയ മീനിന് 1 കിലോയിലൊക്കെ അധികം വെയിറ്റ് തോന്നും. സന്തോഷമായി. ഇന്ന് ഒറ്റ പ്രാവശ്യം തന്നെ എനിക്ക് അരി വാങ്ങാനുള്ള പൈസയായി, എനിക്ക് അധികം നിൽക്കാൻ വയ്യാത്ത ദിവസമായിരുന്നു, താങ്ക്സ് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ആ മീനിനെ തൻ്റെ കൊട്ടയിലേക്ക് കൊട്ടി തിരിയുമ്പോൾ ഒരു നല്ല ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ, സ്ട്രോങ് ബോഡി, അയാൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് വന്നിട്ട് പറയുകയാണ്, ഈ മീൻ ഇപ്പം താൻ പിടിച്ചതാ? പറയാ ഞാൻ പിടിച്ചതാണ്. നല്ല മീനാ അല്ലേ സാറേ? ആ പാവപ്പെട്ട മുക്കുവൻ വിചാരിക്കുകയാണ്, ഓ ഇന്ന് പെട്ടെന്ന് തന്നെ നല്ലൊരാളെയും കിട്ടിയല്ലോ എന്ന്. പക്ഷേ യാതൊരു ദയയും കൂടാതെ ഒരു കൻ്റെ കയ്യിലുള്ള കവർ തുറന്നിട്ട് ആ മീനിനെ അയാൾ ആ കവറിലേക്ക് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അയാളുടെ അടുത്ത് പറയുകയാണ്, ഇതേ കടലിൽ നിന്ന് തനിക്ക് വെറുതെ കിട്ടിയ മീനല്ലേ, താൻ കാശ് കൊടുത്ത് വാങ്ങിയതൊന്നും അല്ലല്ലോ, ഇനിയും വലയിട്ടാൽ തനിക്ക് ഇഷ്ടം പോലെ മീനെ കിട്ടും, പോയി പിടിക്കുക, ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ മീനിനെ കൊണ്ടുപോവുക. അയാൾക്കൊരു നിമിഷം അങ്ങ് സങ്കടം വന്നു പോയി. ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അയാൾ എൻ്റെ ഭഗവാനേന്ന് മാത്രം വിളിച്ചു. ഇയാൾ ഈ മീനിനെ കിട്ടിയപ്പോൾ സന്തോഷമായി. പെടയ്ക്കുന്ന മീനാ. ആ വലിയ മീനിൻ്റെ അങ്ങനെ പെടച്ചിൽ കണ്ടപ്പോൾ അയാൾക്കൊരു ലഹരി. അയാൾ കൈയിട്ടാ മീനിനെ ഒന്നും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ മീൻ അയാളുടെ ഈ ചൂണ്ടുവിരൽ കയറി അങ്ങ് കടിച്ചു. ആ കടിച്ചത് നല്ല കടിയാണ് കടിച്ചു. അയാൾക്ക് വേദന എടുത്ത് പൊളഞ്ഞ് അയാൾ പിടിവിച്ചു മീനിൻ്റെ കയ്യിൽ നിന്ന് പിടിയൊക്കെ. അത് കഴിഞ്ഞ ശേഷം അയാൾ വീട്ടിൽ കൊണ്ടുപോയി മീനൊക്കെ കൊടുത്തു. പക്ഷെ കയ്യിൻ്റെ കടച്ചിലും വേദനയും സഹിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇത് നല്ല സ്ട്രോങ്ങിൽ കടിച്ചു പോയിട്ടോ സാറേ, സാരമില്ല, എന്നാലും നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഡ്രസ്സ് ചെയ്തു. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവും തോന്നണില്ല, എന്തായാലും നാളെ വരണമെന്നില്ല, മറ്റന്നാൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റന്നാൾ അത് കഴിഞ്ഞ പിറ്റേ ദിവസം അയാൾ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും ചെന്നു. പക്ഷേ അയാൾക്ക് അപ്പോഴേക്കും കൈയൊക്കെ ഇവിടെ നിന്നൊട്ടങ്ങ് വീങ്ങിപ്പോയി. ഭയങ്കര വേദന, കൈ കടച്ചിലും സഹിക്കുന്നില്ല. അങ്ങനെ ചെന്ന് അഴിച്ചു നോക്കിയപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി. ഒരു 2 പല്ലമർന്നൊരു മുറി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊക്കെ പഴുത്തിട്ട് ആ വിരലിൻ്റെ തുമ്പ് മുഴുവനായി കഴിഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് വല്ലാണ്ട് പഴുത്തു പോയല്ലോ സാറേ, TT ഒക്കെ എടുത്തതല്ലേ? അന്ന് TT ഒക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇയാൾ. എന്നാലും പഴുപ്പ് വല്ലാണ്ടായെന്ന് പറഞ്ഞു. ആ മാംസമൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ നിന്ന് ഇത്ര ഒരു ഭാഗം ഒരു ഹോള് പോലെ ആയിപ്പോയി, ആ മാംസമൊക്കെ പഴുത്ത് പോയിട്ട്. എന്നാലും മുറി കെട്ടി വെച്ചു, ഒന്ന് ശ്രദ്ധിക്കണം സാർ, എന്തായാലും ഒരു കാര്യം ചെയ്യ്, നാളെ വാ, നമുക്കൊന്നും കൂടെ ഡ്രസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അന്ന് രാത്രി അയാൾക്ക് വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം അയാൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ പഴുപ്പ് ഈ വിരലിൻ്റെ ഇവിടം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. പറഞ്ഞു, ഇത് പഴുപ്പ് കയറുകയാണല്ലോ സാറേ,
ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, ഒരു കുഴപ്പമില്ല, ഫുൾ ഹെൽത്തിയാണ്. പക്ഷെ പഴുപ്പ് കയറുകയാണ്, ഒരു രക്ഷയില്ല. അപ്പം ഇവിടെ മുറിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ ഈ കൈ മുറിച്ച് മാറ്റേണ്ടി വരും. അതോ നമുക്ക് ഈ വിരൽ ഇവിടെ വെച്ച് മുറിച്ച് മാറ്റാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ ആ വിരലിൻ്റെ ഇവിടെ നിന്ന് വെച്ച് അങ്ങ് മുറിച്ച് കളഞ്ഞു. മുറിച്ച് കളഞ്ഞ് ഡ്രസ്സ് ചെയ്തു. അയാൾക്ക് ഭയങ്കര വേദനയും സങ്കടവും. എന്തൊരു മീനാണ് അത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മീനിനെ ശപിച്ചു. അയാൾ കുറേ ചീത്തയും പറഞ്ഞ് അയാൾ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം വീണ്ടും ഡ്രസ്സ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു. ചെല്ലുമ്പോൾ കാണുന്നു ആ വിരലിൻ്റെ പഴുപ്പ് അടുത്ത ജോയിൻ്റ് വരെ എത്തിക്കഴിഞ്ഞു. മുറിച്ചു കളയാതെ രക്ഷയില്ല. മൂന്നാമത്തെ പ്രാവശ്യം ചെന്നു, വിരൽ മുറിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നും ചെന്ന് നോക്കുമ്പോഴത്തേക്കും കൈപ്പത്തിയിലേക്ക് മുഴുവൻ പഴുപ്പ് കയറിക്കഴിഞ്ഞു. കൈ മുറിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു 4 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട്. കാര്യം എന്തായിരുന്നു? ഒരു മീൻ കടിച്ചതാണ്. അയാൾ വിഷമത്തിനുള്ളതായിട്ടുള്ള TT എടുത്തിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അങ്ങനെ കൈ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് സങ്കടവും വിഷമമൊക്കെ സഹിക്കാൻ പറ്റാതായിപ്പോയി. അയാൾ അറിയാണ്ട് പറയുക, ഏത് നേരത്താണ് ആവോ അയാളായിരുന്നു ആ മീൻ എനിക്ക് പിടിച്ചെടുക്കാൻ തോന്നിയത് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇയാളുടെ കൈ ക്ലീൻ ചെയ്യേണ്ടായിരുന്ന ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആ നേഴ്സ് ചോദിച്ചു, ഞാനും സാറിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും അപരാധം സാറിൻ്റെ എന്ന് സംഭവിച്ചോ? ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ മീനൊന്ന് കടിച്ചു എന്നും പറഞ്ഞിട്ട് ഇത്രയധികം കൈ മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയൊന്നും വരില്ലല്ലോ സാറേയാണ്. അപ്പോൾ പറയാം, അപരാധം സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാനില്ല. ഒരു മുക്കുവൻ മീൻ പിടിക്കുന്നിടത്തുനിന്നാണ് ഞാൻ ആ മീനിനെ പിടിച്ചെടുത്തത്. ഒരു വയസ്സനായിരുന്നു, അയാൾ വെറുതെ കരയ്ക്കൊന്ന് വീശിയപ്പോൾ കിട്ടിയ മീനാണ്. അയാളിപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിയതൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ മീൻ വാങ്ങിച്ച അയാൾക്ക് കാശ് കൊടുത്തില്ല, ഇങ്ങോട്ട് പോന്നു. അയാൾ എൻ്റെ ഭഗവാനെ നമ്മളോട് നിൽക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് സാറേ സംഭവിച്ചതും. സാറിന് പറ്റുമെങ്കിൽ ഈ കൈ ബാക്കിയും കൂടെ മുറിക്കാതിരിക്കണമെങ്കിൽ സാർ ഇന്ന് തന്നെ വീണ്ടും അവിടേക്ക് പോയിക്കോ, ആ വയസ്സിനെ കാണ്, അയാളോട് ക്ഷമ ചോദിക്കുക. ഇല്ലെങ്കിൽ ഇത് എവിടെ എത്തുന്നു പറയാൻ പറ്റില്ല. ഇത് മനസ്താപം എന്ന് പറയുന്നത് ഇതിനെയാണ് സാറേ എന്ന് പറയും. അയാൾക്ക് പേടിയായിപ്പോയി, ഇനി കൈ മുറിക്കേണ്ടി വന്നാലോ മുഴുവൻ. അങ്ങനെ കൈ മുറിച്ച് പത്തി മുറിച്ച് പോയി കഴിഞ്ഞു. ഇയാൾ അന്ന് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ആ മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ വന്ന് അന്വേഷിച്ച വയസ്സിനെ കാണുന്നില്ല. അപ്പോൾ ആളുകളോട് ചോദിച്ചപ്പോൾ അയാളെ കുടിൽ കാണിച്ചു കൊടുത്തു. കുടിലിൽ പോയപ്പോൾ അയാൾ അന്ന് മീനെ വിറ്റു വന്ന് സാധനമൊക്കെ വെച്ച് ക്ഷീണിച്ചങ്ങനെ ഇരിക്കുകയാണ്, വെറുതെ ചാരി ഇരിക്കുക. ഇയാളെ കണ്ടപ്പോൾ അയാൾ ചാടി എണീറ്റു. അയാൾ വിചാരിച്ചു ഇനി എന്തു ഉപദ്രവിക്കാനാണോ വന്നിട്ടുള്ളത് എന്ന്. ഇയാൾ ചാടി എണീറ്റതും ഈ വന്ന ആൾ നേരെ അയാളെ കാൽക്ക വീണ് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം, നീ എന്ത് ദുർമന്ത്രവാദമാണ് പഠിച്ചിട്ടുള്ളത്, നീ എന്ത് ചെയ്തിട്ടാണ്, നിൻ്റെ എന്ത് പ്രാർത്ഥന, എന്ത് ദുർമന്ത്രവാദം കൊണ്ടാണ് ആ മീൻ കടിച്ച എൻ്റെ ഫലമായിട്ട് നോക്കുക, എൻ്റെ കൈ മുറിക്കേണ്ടി വന്നു കഴിഞ്ഞു, എന്താ നീ ചെയ്തത് എന്ന് പറയും. ഞാനൊരു ദുർമന്ത്രവാദവും ചെയ്തിട്ടില്ല സാറേ, ദുർമന്ത്രവാദമൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ആരുമില്ലാത്തവർക്ക് ഭഗവാൻ ഉണ്ടെന്ന് സാറ് കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് എന്നെ ഉപദ്രവിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭഗവാനെ, നീയല്ല എനിക്ക് ആരുള്ളൂ, വേറെ ആരുമില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല സാറേ എന്ന്. ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന ശാപം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശ്വരനിൽ നിന്ന് അനുഗ്രഹമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും പകർന്നു കൊടുക്കാമെങ്കിൽ അതെത്ര വേണമെങ്കിൽ പകർന്നു കൊടുത്തോ, അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ആശീർവാദമായിട്ട് മാറും. കൈ മുറിക്കേണ്ട അസുഖം വന്നുവെങ്കിൽ വിരൽ മുറിച്ചുകൊണ്ട് നിങ്ങളുടെ അസുഖം മാറും. അതേസമയം അഹങ്കരിച്ചുകൊണ്ട് നമുക്കുള്ളതിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കത്തക്ക രീതിയിൽ നിങ്ങൾ പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുറിക്കേണ്ട കൈ അല്ലെങ്കിൽ പോലും മുറിച്ചു മാറ്റുന്ന സന്ദർഭം വന്നു തരും. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് കൊടുക്കാനുള്ളതാണ്, തട്ടിപ്പറിക്കാനുള്ളതല്ല. ഈശ്വരൻ്റെ വരദാനങ്ങൾ സമൂഹത്തിൻ്റെ സേവനം ചെയ്യാനുള്ളതാണ്, സമൂഹത്തെ സേവിക്കാനുള്ളതല്ല. ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ യഥാർത്ഥ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോയ സന്തോഷം, ഇല്ലെങ്കിൽ സന്താപം നമ്മൾ ചോദിച്ചു വാങ്ങലായിരിക്കും. അതുകൊണ്ട് ഈ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് പറയാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് വേദത്തിൽ പറയുന്നത്, ഈ പരോപകാരാർത്ഥം ഫലന്തി വൃക്ഷാഹ, ആ ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ, വൃക്ഷങ്ങൾ കായ്ക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, പശു പാല് ചുരത്തുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, നദി വെള്ളമൊഴുകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഈ ശരീരം ഭഗവാൻ തന്നിരിക്കുന്നത് പരോപകാരാർത്ഥം സേവനത്തിന് വേണ്ടിയാണ്. ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ചു നോക്ക്, ഈ ജീവിതം സദാ ആനന്ദഭരിതമാക്കാൻ സാധിക്കും. നിങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.